Yes, miss. Okay, I'm going to mute you all. നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. അതിൽ എക്സസൈസ് 2.1 ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ മുഴുവൻ ചെയ്തില്ലേ? ആഡ് എന്ന് പറഞ്ഞിട്ട് ഒരു 9 ക്വസ്റ്റ്യൻസ്. പേജ് നമ്പർ 78. ഓക്കെ, അതെല്ലാം ചെയ്തതാണ്. 9 ക്വസ്റ്റ്യൻ ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് ഓക്കെ, അപ്പൊ നമുക്കിന്ന് ആ എക്സസൈസ് 2.1 അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ? അറേഞ്ച് ഇൻ കോളംസ് ആൻഡ് ആഡ് എന്ന് കണ്ടോ? അത് ചെയ്ത് നോക്കിയാലോ? എന്താ ആഷിൻ? ടീച്ചറെ കിട്ടിയില്ലേ? ടീച്ചറെ കഴിഞ്ഞ എക്സാമിന് ഡിഫറൻസ് ബിറ്റ്വീൻ പ്ലേസ് വാല്യൂ കാണുന്നത് വന്നില്ലായിരുന്നോ? അത് ക്ലാസ്സിൽ പറഞ്ഞു കൊടുത്തില്ലായിരുന്നല്ലോ. ഡിഫറൻസ് ബിറ്റ്വീൻ പ്ലേസ് വാല്യൂ പറഞ്ഞു കൊടുത്തില്ലായിരുന്നു? അത് എക്സാമിന് ഉണ്ടായിരുന്നു, പക്ഷെ അത് എങ്ങനെയാ കാണുന്നതെന്ന് ക്ലാസ് പഠിപ്പിച്ചില്ലായിരുന്നല്ലോ. ഓക്കെ, അത് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് ആർക്കും ആ ഡൗട്ട് വന്നില്ലേ? ബാക്കിയുള്ളവർക്ക് ചെയ്തായിരുന്നു ആ ക്വസ്റ്റ്യൻ? ഡിഫറൻസ് ബിറ്റ്വീൻ പ്ലേസ് വാല്യൂസ് ചെയ്തായിരുന്നോ? ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മിസ് എക്സ്പ്ലെയിൻ ചെയ്ത് തരേ, ഒന്ന് നോക്കിക്കോ. ഒരു ക്വസ്റ്റ്യൻ എഴുതാം. എല്ലാവരും നോട്ട് എടുത്തിട്ട് ഈ ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഇപ്പൊ എഴുതുന്നതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ എഴുതിയാൽ മതി. ഫൈൻഡ് the difference between the place values of find the difference between the place values of five in 5754. Find the difference between the place values of 5 in 5754. ക്വസ്റ്റ്യൻ എഴുതിയോ എല്ലാരും? എഴുതിയില്ലേ? എന്നാ ക്വസ്റ്റ്യൻ? 5754 എന്ന് പറയുന്ന നമ്പറില് 5ന്റെ പ്ലേസ് വാല്യൂസിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കാം. ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്ലേസ് വാല്യൂസ് ഓഫ് 5 in 5754. In this number there is 2 5 അല്ലേ? 2 5 ഉണ്ട് ഇതില്. 5754 എന്ന് പറയുന്ന നമ്പറില് 2 5 ഉണ്ട്. ഏതൊക്കെ പ്ലേസിലാ വരുന്നേ? 10ന്റെ പ്ലേസിലും 1000ന്റെ പ്ലേസിലും അല്ലേ? 2 5 വരുന്നുണ്ട്. 10ന്റെ പ്ലേസിൽ ഒന്ന് വരുന്നുണ്ട്, 1000ന്റെ പ്ലേസിൽ ഒന്ന് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെ ഇതിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കാം? 2 5ന്റെയും പ്ലേസ് വാല്യൂസ് കണ്ടുപിടിക്കാം. പ്ലേസ് വാല്യൂ ഓഫ് 5 in 10's place. 10ന്റെ പ്ലേസിലെ 5ന്റെ പ്ലേസ് വാല്യൂ എത്രയായിരിക്കും? പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞാല്
ആ ഡിജിറ്റ് ഇൻറ്റു ദാറ്റ് പ്ലേസ്. അപ്പൊ 5 ഇൻറ്റു 10 ഈക്വൽ ടു 50 അല്ലേ? 10ന്റെ പ്ലേസിൽ 5ന്റെ പ്ലേസ് വാല്യൂ 50 അല്ലേ? ഇനി നെക്സ്റ്റ്, ഇനി ഏതിന്റെ പ്ലേസിലാ ഉള്ളത്? 5 1000ന്റെ പ്ലേസിൽ. സോ place value of 5 in thousands place. എത്രയായിരിക്കും? 1000ന്റെ പ്ലേസിലുള്ള 5ന്റെ പ്ലേസ് വാല്യൂ എത്രയായിരിക്കും? ആരാ പറഞ്ഞിരുന്ന മിസ്സിന്? ആരാ പറഞ്ഞിരുന്നേ? ഓക്കെ, സൂര്യദേവ്. എത്രയാ 1000ന്റെ പ്ലേസിലുള്ള 5ന്റെ പ്ലേസ് വാല്യൂ? 5 into 1000. 5 into 1000. That is equal to 5000. ആണല്ലോ? ഇനി എന്താ ക്വസ്റ്റ്യൻ? Find the difference between the place values of 5 in 5754. നമുക്ക് തന്നിരിക്കുന്ന നമ്പറിൽ 2 5 ഉണ്ട്. 2 5ന്റെയും പ്ലേസ് വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എന്ത് കണ്ടുപിടിക്കണം? ഈ 2 പ്ലേസ് വാല്യൂസിന്റെ ഡിഫറൻസ്. ഇതിന്റെ രണ്ടിന്റെയും വ്യത്യാസം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഡിഫറൻസ് മീൻസ് വ്യത്യാസം. ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാല് 2 നമ്പറിനെ മൈനസ് ചെയ്യാം. വലിയ നമ്പറിന് ചെറിയ നമ്പറിനെ മൈനസ് ചെയ്യാം. ഇനി ഡിഫറൻസ് between the place values equal to difference between the place values എന്ന് വെച്ചാല് 2 5ന്റെയും പ്ലേസ് വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ്. ഏതൊക്കെ ഇവിടെ പ്ലേസ് വാല്യൂസ് വരുന്നത്? 5000 and 50. എങ്ങനെ ഡിഫറൻസ് കണ്ടുപിടിക്കും? 5000 minus 50 എത്ര വരും? That is equal to 4950. ആ, ഞാൻ പെട്ടെന്ന് ആൻസർ കൊണ്ട് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചില്ല അല്ലേ? മൈനസ് ചെയ്യാൻ അറിയില്ല എല്ലാവർക്കും? അറിയില്ലേ? അപ്പൊ ഡിഫറൻസ് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാല് വലിയ നമ്പറിന് ചെറിയ നമ്പർ മൈനസ് ചെയ്യാം. ഇനിയിപ്പോ പ്ലേസ് വാല്യൂസിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാല് തന്നിരിക്കുന്ന നമ്പറിൽ ആ ഡിജിറ്റിന്റെ 2 പ്ലേസ് വാല്യൂസും കണ്ടുപിടിക്കാം. എന്നിട്ട് അതിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കാം. ഈ നമ്പറിൽ 5754 എന്ന് പറയുന്ന നമ്പറിൽ 2 5 ഉണ്ട്. 10ന്റെ പ്ലേസിലും 1000ന്റെ പ്ലേസിലും. 2 5ന്റെയും പ്ലേസ് വാല്യൂസ് ആദ്യം കണ്ടുപിടിക്കാം. 10ന്റെ പ്ലേസിലുള്ള 5ന്റെ പ്ലേസ് വാല്യൂ 50. ഇനി 1000ന്റെ പ്ലേസിലുള്ള 5ന്റെ പ്ലേസ് വാല്യൂ 5000. ഇനി അതിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 5000 മൈനസ് 50. ദാറ്റ് ഈസ് ഈക്വൽ ടു 4950. മനസ്സിലായോ? എഴുതിയെടുത്തോ എല്ലാരും? ആഷിന് മനസ്സിലായില്ലേ? അപ്പൊ ഇനി ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നല്ലോ. എഴുതി കഴിഞ്ഞോ എല്ലാരും? ഓക്കെ, അപ്പൊ ഇനി എല്ലാരും പേജ് നമ്പർ 78 ഒന്ന് എടുത്തേ.
പേജ് നമ്പർ 78 എടുത്തോ. അതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. അറേഞ്ച് ഇൻ കോളംസ് ആൻഡ് ആഡ്. എന്താ എബിൻ? ടീച്ചർ അറേഞ്ച് കോളംസ് ആൻഡ് ആഡ് ഞങ്ങൾ ചെയ്തിട്ടുള്ളതാ. എപ്പോ ചെയ്തു? ചെയ്തോ? ആരൊക്കെ ചെയ്തിട്ടുണ്ട്? എബിൻ ചെയ്തു. ബാക്കി ആരും ചെയ്തിട്ടില്ല അല്ലേ? ആ, നീ വീട്ടിലിരുന്ന് വെറുതെ ഇരുന്നപ്പോ ചെയ്തായിരിക്കും. ഓക്കെ, ബാക്കിയുള്ളവരൊക്കെ അത് ചെയ്തോ? എന്നാല് ആദ്യത്തെ 4 ആദ്യം കണ്ടുപിടിച്ചേ. ഫസ്റ്റ് 4 എങ്ങനെ എഴുതണ്ടേ? ആ ക്വസ്റ്റ്യൻ നോട്ടിലേക്ക് എഴുതാ. തൊട്ടു മുകളിൽ ചെയ്തതുണ്ടോ? തൊട്ടു മുകളിൽ നമ്മള് ടെക്സ്റ്റ് തന്നെ ചെയ്തില്ലേ? ആൻസർ കണ്ടുപിടിച്ചില്ലേ? അതേപോലെ നോട്ടില് ഈ ക്വസ്റ്റ്യൻസ് അതേപോലെ എഴുതുക. എന്നിട്ട് അതിന്റെ ആൻസർ കണ്ടുപിടിക്കാം. ദേവാഞ്ജന മോളെ, പേജ് നമ്പർ 78. പേജ് നമ്പർ 78 രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അറേഞ്ച് ഇൻ കോളംസ് ആൻഡ് ആഡ്. അതില് ആദ്യത്തെ 4 നോട്ടിലേക്ക് എഴുതിയിട്ട് ആൻസർ കണ്ടുപിടിക്കാം. എന്താ സൂര്യദേവ് ചെയ്ത് കഴിഞ്ഞോ? എന്താ മോനെ ഡൗട്ട്? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ മോനെ കേക്കുന്നില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വന്നായിരുന്നില്ല. അതുകൊണ്ട് ഒരു എക്സാമ്പിൾ കാണിച്ചു തരുമോ? മോന് സാധാരണ നമ്പേഴ്സ് ആഡ് ചെയ്യാൻ അറിയില്ലേ? ആ മേലെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് കണ്ടോ? എക്സൈസ് 2.1 ആദ്യത്തെ ക്വസ്റ്റ്യൻസ് കണ്ടോ? കുറെ ഒരു 9 ആഡ് ചെയ്യാൻ വേണ്ടി കൊടുത്തത് കണ്ടില്ലേ? അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. ബാക്കിയുള്ളവര് ക്വസ്റ്റ്യൻ ചെയ്തോ? അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ കണ്ടോ? 1234 പ്ലസ് 6155 കണ്ടില്ലേ? നമ്മൾ 2 നമ്പർ ആഡ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ തൊട്ട് താഴെയായിട്ട് എഴുതുക. എന്നാൽ നമുക്ക് ആഡ് ചെയ്യാൻ കുറച്ച് എളുപ്പമായിട്ടുണ്ടാവും. എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, 2 നമ്പറിന്റെയും വൺസിന്റെ പ്ലേസിലുള്ള ഡിജിറ്റ്സ് നേരെ നേരെ വരണം. ടെൻസിന്റെ പ്ലേസിലുള്ള ഡിജിറ്റ്സ് നേരെ നേരെ വരണം. അതുപോലെ 1000ന്റെയും 100ന്റെയും എല്ലാം പ്ലേസിലുള്ള ഡിജിറ്റ്സ് തൊട്ട് താഴെയായിട്ട് എഴുതാം. അപ്പോ ഈ തന്നിരിക്കുന്ന നമ്പറിലെ 4ഉം 5ഉം ആണ് 2 നമ്പറിൽ വൺസിന്റെ പ്ലേസിൽ വരുന്നത്. അത് തൊട്ട് താഴെയായിട്ട് എഴുതിയിട്ടുണ്ടോ? അല്ലാതെ മേലത്തെ നമ്പറിന്റെ വൺസിന്റെ തൊട്ട് താഴത്തെ നമ്പറിന്റെ 10ന്റെ പ്ലേസിലുള്ള ഡിജിറ്റ് വരരുത്. അങ്ങനെയാകുമ്പോ ആൻസർ തെറ്റിപ്പോവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെ ആഡ് ചെയ്യാം? ആദ്യം നമ്മള് വൺസിന്റെ പ്ലേസിലുള്ള ഡിജിറ്റ്സ് ആഡ് ചെയ്തു. ഇവിടെ 4ഉം 5ഉം ആഡ് ചെയ്ത് എത്ര കിട്ടും? 9 കിട്ടും. 4ഉം 5ഉം ആഡ് ചെയ്താൽ 9 കിട്ടും. ആ 9 നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാല് ആ 5ന്റെ തൊട്ട് താഴെയായിട്ട്, അതിന്റെ നേരെ താഴെയായിട്ട് എഴുതും. അത് കഴിഞ്ഞിട്ട് നമ്മൾ 10ന്റെ പ്ലേസിലുള്ള ഡിജിറ്റ്സ് ആഡ് ചെയ്യും. 3 and 5. 3ഉം 5ഉം ആഡ് ചെയ്താൽ എത്രയാ? 8 അല്ലേ? ആ 8 നമ്മൾ എവിടെ എഴുതും? ആൻസറിന്റെ 10ന്റെ പ്ലേസിലല്ലേ 8 വരുന്നേ. ആ 8 ഇതിന് തൊട്ട് താഴെ, ഈ 5ന്റെ തൊട്ട് താഴെയായിട്ട് 8 എഴുതും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ 100ന്റെ പ്ലേസിലുള്ളത് ആഡ് ചെയ്യും. 2 and 1.
2 ഉം 1 ഉം ആഡ് ചെയ്താല് 3. ആ 3 നമ്മൾ ഈ 1ന്റെ തൊട്ട് താഴെ, അതായത് ആൻസറിന്റെ 100ന്റെ പ്ലേസിലാണ് 3 വരുന്നത്. അതുകൊണ്ട് ഈ 1ന്റെ തൊട്ട് താഴെയായിട്ട് 3 എഴുതി. അടുത്തത് 6 ഉം 1 ഉം കൂടി ആഡ് ചെയ്തു 1000ന്റെ പ്ലേസിലുള്ള. 6 ഉം 1 ഉം ആഡ് ചെയ്താല് 7 അല്ലേ? ആ 7 6ന്റെ തൊട്ട് താഴെ അവിടെ 7 എഴുതാം. അപ്പൊ ആൻസർ എത്ര കിട്ടും? 7389. നമ്മൾ എത്ര വലിയ ഡിജിറ്റ്സ്, എത്ര കൂടുതൽ ഡിജിറ്റ്സ് ഉള്ള നമ്പർ ആണെങ്കിലും ഇതേപോലെ എഴുതിയാൽ നമുക്ക് പെട്ടെന്ന് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോ ഈ താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ, ബി ക്വസ്റ്റ്യനില് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാൻ നേരെ നേരെ എഴുതിയിട്ടല്ലേ, അത് ഇതുപോലെ താഴെ താഴെ എഴുതിയിട്ട് ആഡ് ചെയ്യാം. ദേവാഞ്ജനക്ക് എന്താ ഡൗട്ട്? മിസ് ആദ്യത്തെ 4 അല്ലേ കംപ്ലീറ്റ് ചെയ്യണ്ടേ? ആ, ആദ്യത്തെ 4 ചെയ്തു കഴിഞ്ഞു. ഓക്കെ. എന്താ ബിൻ? ടീച്ചർ ചെയ്തു കഴിഞ്ഞു. കഴിഞ്ഞോ? എല്ലാരും ചെയ്തു കഴിഞ്ഞോ? യെസ്. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ നോക്കാം അല്ലേ? സൂര്യദേവ് മോനെ മിസ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ചെയ്തോ. അപ്പൊ മിസ് ചെയ്തു തരാം കേട്ടോ. ഓക്കെ. കാണുന്നുണ്ടോ എല്ലാവർക്കും? അപ്പൊ ആദ്യം നമ്മൾ ഏതൊക്കെ നമ്പർ ആഡ് ചെയ്യും? കാണുന്നില്ലേ? ഏതൊക്കെ നമ്പർ നമുക്ക് ആദ്യം ആഡ് ചെയ്യണ്ടേ? 3323. 3323 പ്ലസ്, ഈ പ്ലസ് ആയി നിങ്ങൾക്ക് ആഷന് കാണുന്നില്ലേ? ഓക്കെ, ഈ പ്ലസ് സൈൻ നിങ്ങൾക്ക് ഈ ഫസ്റ്റ് നമ്പർ കഴിഞ്ഞതിന് ശേഷം ഇടാം, അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് നമ്പർ തുടങ്ങുന്നതിന് തൊട്ട് മുന്നേയും ഇടാം. മിസ് പണ്ടേ ഇങ്ങനെ ഇട്ട് ശീലിച്ചോണ്ടാ ഇവിടെ തന്നെ പ്ലസ് ഇടുന്നത് കേട്ടോ. ഇപ്പോഴത്തെ ബുക്കിലാണ് ഇങ്ങനെ താഴെ ഇട്ടിട്ട് കാണുന്നത്. പണ്ടൊക്കെ നമ്മളൊക്കെ ഈ ആദ്യത്തേതിന്റെ മേലെ ആയിരുന്നു നമ്മൾ പ്ലസ് സൈൻ ഇട്ടോണ്ടിരുന്നത്. ഓക്കെ, പ്ലസ് സൈൻ എവിടെ ഇട്ടാലും കുഴപ്പമില്ല. അപ്പൊ ആദ്യത്തെ നമ്പർ 3323. രണ്ടാമത്തെ നമ്പർ എത്രയാ? എത്ര നമുക്ക് ആഡ് ചെയ്യണ്ടേ? 4020 അല്ലേ? 3323യോട് 4020 നമുക്ക് ആഡ് ചെയ്യണം. ഇങ്ങനെ എഴുതിയതിന് ശേഷം എന്ത് ചെയ്യാ? അതിന് തൊട്ട് താഴെ ഒരു ലൈൻ വരയ്ക്കാം. കാരണം ഇത് ക്വസ്റ്റ്യനോ നമ്മൾ അടുത്തത് എഴുതാൻ പോകുന്നത് ആൻസറും ആണ് മനസ്സിലാക്കാൻ വേണ്ടി അതിന് തൊട്ട് താഴെ ഒരു ലൈൻ വരയ്ക്കാം. ഓക്കെ, ഇനി ഫസ്റ്റ് നമ്മൾ എന്ത് ആഡ് ചെയ്യണം? വൺസിന്റെ പ്ലേസിലുള്ള ഡിജിറ്റ്സ് ആഡ് ചെയ്യണം അല്ലേ? ഇവിടെ 3ഉം 0 ആ വരുന്നത് വൺസിന്റെ പ്ലേസിൽ. 3 + 0 എത്ര വരും? 3 + 0 3. ഓക്കെ, 3 + 0 3 അല്ലേ? ഇനി അടുത്തത് ഏതാ ആഡ് ചെയ്യണ്ടേ? ടെൻസിന്റെ പ്ലേസിൽ. എത്രയാ? 2 + 2 4. അടുത്തത് 100ന്റെ പ്ലേസിൽ. 100ന്റെ പ്ലേസിൽ എത്ര വരും? 3 + 0 3. 3 + 0 3. നിങ്ങൾ നേരെ നേരെ എഴുതിക്കോ, ഇത് നോക്കണ്ട, മിസ് ടൈപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ വന്നതാണേ. അടുത്തത് 1000ന്റെ പ്ലേസിൽ എത്ര ആഡ് ചെയ്യണ്ടേ? 3 + 4. 3 + 4 7. അപ്പൊ എത്ര നമുക്ക് ആൻസർ കിട്ടും? 7343.
കിട്ടിയോ? ആദ്യത്തെ ആൻസർ അത് തന്നെയാണോ കിട്ടിയേ? 7343 ആണോ? ഓക്കെ, അപ്പൊ ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ കൂടി നമുക്ക് അങ്ങനെ നോക്കിയാലോ? സെക്കൻഡ് ക്വസ്റ്റ്യനും കൂടി അതേ മെത്തേഡിൽ ചെയ്തു നോക്കാം. സെക്കൻഡ് എന്തായിരുന്നു ക്വസ്റ്റ്യൻ? 32,452 plus 65,325. ഇതിന്റെ ആൻസർ എങ്ങനെ കണ്ടുപിടിക്കും? ഇതിനടിയിലായിട്ട് ജസ്റ്റ് ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് ആദ്യം എന്ത് ചെയ്യാ? ആദ്യം വൺസിന്റെ പ്ലേസിലുള്ള ഡിജിറ്റ്സ് ആഡ് ചെയ്യുക. 2 + 5 7. അത് കഴിഞ്ഞിട്ട് ടെൻസിന്റെ പ്ലേസിൽ 5 + 2 again 7. പിന്നെ 4 + 3 again 7. അത് കഴിഞ്ഞിട്ട് 5 + 2 again 7. പിന്നെ 3 + 6 it is 9. So we get the answer 97,777. ഓക്കെ, അത് തന്നെയാണോ കിട്ടിയേ? എല്ലാവർക്കും അത് തന്നെയാണോ കിട്ടിയേ? ഓക്കെ, അടുത്തതും കൂടി മിസ് അങ്ങനെ പറഞ്ഞ, അടുത്തതും കൂടി പറഞ്ഞോ? വേണ്ട അല്ലേ? അടുത്തതിന്റെ ആൻസർ എത്രയാ? നിങ്ങളൊന്ന് പറഞ്ഞേ. ആരാ പറഞ്ഞിരുന്നേ? നിഹാൽ. 7,000. അടുത്ത തേർഡ് വൺ 1427 plus 8562. എത്രയാണ്? 7000 ആണോ? 9,000. 9,989. അത് തന്നെയാണോ എല്ലാവർക്കും കിട്ടിയേ? 9,989. ഫോർത്ത് വണ്ണോ? 6,000. 6,946. ഓക്കെ, അത് തന്നെയാണോ കിട്ടിയേ? എല്ലാവർക്കും അത് തന്നെയാണോ കിട്ടിയേ? ഓക്കെ, ഇനി ഫിഫ്ത്ത് വൺ കൂടി ഒന്ന് ചെയ്തേ. ഫിഫ്ത്ത് വൺ 1,55,442 plus 34,357. അത് മാത്രം ഒന്ന് കണ്ടുപിടിച്ചേ. ഫിഫ്ത്ത് വൺ മാത്രം പെട്ടെന്നൊന്ന് ചെയ്തേ. ചെയ്തോ? ഓക്കെ, വെയിറ്റ്, എല്ലാരും ചെയ്ത് കഴിയട്ടെ, എന്നിട്ട് മിസ് ആൻസർ പറയാം. ചെയ്തോ? എല്ലാരും ചെയ്ത് കഴിഞ്ഞോ? ആഷും കഴിഞ്ഞില്ല, നിഹാല് കഴിഞ്ഞില്ല, അബ്ദുൽ ബാസിദ്
കഴിഞ്ഞോ? ഓക്കെ. എബിൻ കഴിഞ്ഞു, അൽന കഴിഞ്ഞു, ആദിദേവ്, ക്രിസ്റ്റി കഴിഞ്ഞോ മോനെ? കൃപ കഴിഞ്ഞു, നിഹാൽ, ആരോൺ ചെയ്ത് കഴിഞ്ഞോ? ദേവാഞ്ജന കഴിഞ്ഞു, സൂര്യദേവ് കഴിഞ്ഞു, അൽന കഴിഞ്ഞു, എബിൻ ഓക്കെ, ആദിദേവ് കഴിഞ്ഞു. ഓക്കെ. അപ്പൊ മിസ് ആൻസർ വായിക്കാം, അത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യണേ. 1,89,799. ആർക്കൊക്കെ കിട്ടി? ഓക്കെ. തെറ്റിയവര് വിഷമിക്കണ്ട, ഒന്ന് മിസ് പറഞ്ഞുതരാം കേട്ടോ. എത്രയായിരുന്നു ആദ്യത്തെ നമ്പർ? 1,55,000. നിങ്ങൾ ഇങ്ങനെ തന്നെയാണ് ചെയ്ത് നോക്കണേ. 442 പ്ലസ് സെക്കൻഡ് നമ്പർ എത്രയാ? 34,357. ആ രണ്ടാമത്തെ നമ്പർ എഴുതുന്ന സമയത്ത് അതിൽ നമുക്ക് 10,000ന്റെ പ്ലേസ് വരെ ഡിജിറ്റ്സ് ഉള്ളൂ അല്ലേ? 1 ലാഖിന്റെ പ്ലേസിൽ ഡിജിറ്റ്സ് ഇല്ല. അതുകൊണ്ട് നമ്മൾ ഈ 34,000 സ്റ്റാർട്ട് ചെയ്യേണ്ടത് എവിടെയാ? ഈ ആദ്യത്തെ നമ്പറിന്റെ 10,000ന്റെ തൊട്ട് താഴെ 34,357. ഇങ്ങനെയാണ് ഈ രണ്ട് നമ്പർ എഴുതേണ്ടത്. മനസ്സിലായോ? നമ്മളെ എപ്പോഴും നമ്പർ എഴുതുന്ന സമയത്ത് എന്ത് ശ്രദ്ധിക്കണം? ഓരോ നമ്പറിന്റെയും ഡിജിറ്റ്സ് വരുന്നത് കറക്റ്റ് ആയിട്ടാണോ നോക്കുക. പ്ലേസ് വരുന്നത്, ഇതിന്റെ രണ്ടിന്റെയും വൺസിന്റെ പ്ലേസ് സെയിം ആയിട്ട് വരുന്നുണ്ടോ, 10ന്റെ പ്ലേസ് സെയിം ആയിട്ട് വരുന്നുണ്ടോ നോക്കുക. എന്നിട്ട് ആദ്യം നമ്മള് 10ന്റെ പ്ലേസിലുള്ളത് ആഡ് ചെയ്യും. ഓക്കെ. 10ന്റെ പ്ലേസിൽ 7 പ്ലസ് 2, 2 പ്ലസ് 7, 2 പ്ലസ് 7 9. Then sorry, 1ന്റെ പ്ലേസിൽ 2 പ്ലസ് 7 9. ഇനി 10ന്റെ പ്ലേസിൽ 4 പ്ലസ് 5 again 9. പിന്നെ 100ന്റെ പ്ലേസിൽ again 4 പ്ലസ് 3 7. 1000ന്റെ പ്ലേസിൽ 5 പ്ലസ് 4 9. പിന്നെ 10,000ന്റെ പ്ലേസിൽ 5 പ്ലസ് 3 8. അത് കഴിഞ്ഞിട്ട് ലാഖിന്റെ പ്ലേസിൽ 1ഉം ഇവിടെ 0 ആണ് വരുന്നത്. 0 ആദ്യം വരുന്നതുകൊണ്ട് നമ്മൾ 0 എഴുതുന്നില്ല എന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ആഡ് ചെയ്യും? 1 പ്ലസ് 0 1. അപ്പൊ നമുക്ക് എത്ര ആൻസർ കിട്ടി? 1,89,799. കിട്ടിയല്ലോ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. 3 നമ്പർ ആഡ് ചെയ്യാനുണ്ട് അല്ലേ? അല്ലേ? എങ്ങനെ ആഡ് ചെയ്യും? 3 നമ്പർ ആഡ് ചെയ്യുമ്പോ ഈ രണ്ടെണ്ണം എഴുതിയത് പോലെ തന്നെ താഴെ താഴെ 3 എണ്ണം എഴുതാം. ആദ്യത്തെ നമ്പർ എത്രയായിരുന്നു? എത്രയായിരുന്നു ആദ്യത്തെ നമ്പർ? 4,531 പ്ലസ് എല്ലാരും ഇതിന്റെ കൂടെ തന്നെ എഴുതിക്കോ. 4,531 പ്ലസ് 1,247. ഇനി ആദ്യം നമ്മൾ പ്ലസ് സൈൻ ഇടേണ്ട ആവശ്യമില്ല. ആദ്യം നമ്മൾ ഒരു പ്ലസ് സൈൻ ഇട്ടില്ലേ, അതുകൊണ്ട് രണ്ടാമതും പ്ലസ് സൈൻ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് തൊട്ട് താഴെയായിട്ട് മൂന്നാമത്തെ നമ്പറും കൂടി എഴുതാം. എത്രയായിരുന്നു മൂന്നാമത്തെ നമ്പർ? 4,021.
ഇങ്ങനെ നേരെ നേരെ എഴുതിയതിന് ശേഷം എന്ത് ചെയ്യണം? നേരത്തെ നമ്മൾ 2 നമ്പർ ആഡ് ചെയ്ത പോലെ തന്നെ സെയിം മെത്തേഡില് ഈ 3 നമ്പറും ആഡ് ചെയ്യാം. ആദ്യം വൺസിന്റെ പ്ലേസിലുള്ളത് ആഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ടെൻസിന്റെ പ്ലേസിൽ ആഡ് ചെയ്യാം, 100ന്റെ പ്ലേസിൽ ആഡ് ചെയ്യാം, 1000ന്റെ പ്ലേസിൽ ആഡ് ചെയ്യാം. വൺസിന്റെ പ്ലേസിൽ ആഡ് ചെയ്താൽ എത്ര കിട്ടും? ഒന്ന് ആഡ് ചെയ്ത് നോക്കിയേ. എത്ര കിട്ടും? 1 plus 7 plus 1 it is 9. 1 plus 7 plus 1 9. ഇനി അടുത്തത് 10ന്റെ പ്ലേസിൽ എത്ര വരാ? 3 plus 4 plus 2 3 plus 4 7 7 plus 2 9. Okay, then 100ന്റെ പ്ലേസിൽ എത്ര വരും? 100ന്റെ പ്ലേസിൽ 5 plus 2 7 7 plus 0 7. Then 1000ന്റെ പ്ലേസിൽ എത്രയാ? 4 plus 1 5 5 plus 4 9. So we get the answer 9799. മനസ്സിലായോ? കിട്ടിയില്ലേ ആൻസർ? 3 ആഡ് ചെയ്യാൻ മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ 6 ക്വസ്റ്റ്യൻ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. ബാക്കി അതിൽ വരുന്ന 6 എണ്ണം കണ്ടോ? അതേ ക്വസ്റ്റ്യനകത്ത് 6 എണ്ണം കൂടി കണ്ടോ ആഡ് ചെയ്യാൻ? അത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഓക്കെ, അത് ബാക്കിയുള്ള 6 എണ്ണം ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. അടുത്ത ടോപ്പിക് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ക്യാരി ഓവർ വെച്ചിട്ട് ആഡ് ചെയ്യുന്നത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇന്നത്തെ ഹോംവർക്ക് ആയിട്ട് ബാക്കി വരുന്ന 6 ക്വസ്റ്റ്യൻ ചെയ്യാം. എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പ്ലേസ് എല്ലാം ഈക്വൽ ആയിട്ട് വരുന്ന പോലെ തന്നെ എഴുതണേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോകും കുറെ നമ്പേഴ്സ് ഒക്കെ എഴുതുന്ന സമയത്ത് കേട്ടോ. വൺസിന്റെ പ്ലേസ് എല്ലാം ഒരേ ലൈനിൽ വരണം, ടെൻസിന്റെ പ്ലേസ് ഒരേ ലൈനിൽ, 100ന്റെ പ്ലേസ് ഒരേ ലൈനിൽ, 1000ന്റെ പ്ലേസ് ഒരേ ലൈനിൽ. അല്ലെങ്കിൽ കുറെ ഡിജിറ്റ്സ് ഉള്ള നമ്പേഴ്സ് ഒക്കെ എഴുതുമ്പോൾ ചിലപ്പോ ആഡ് ചെയ്യുമ്പോൾ തെറ്റിപ്പോകും. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇപ്പൊ മിസ് കാണിച്ചു തന്ന പോലെ തന്നെ നോട്ടിനകത്ത് എഴുതിയിട്ട് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാം. അപ്പൊ ഹോംവർക്ക് എല്ലാവരും ഇന്ന് തന്നെ സെൻഡ് ചെയ്ത് തരണേ, മറന്നു പോവരുത്. എന്താ ആഷിൻ? ഹോംവർക്ക് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ അല്ലേ? അതിൽ 6 എണ്ണം നമ്മളിപ്പോ ചെയ്തു. അതില് ബാക്കിയുള്ള 6 എണ്ണം 7 8 9 10 11 12 ആ 6 എണ്ണം ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, നിങ്ങളെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ എല്ലാവരും ക്വസ്റ്റ്യൻ ആൻസർ നോട്ടിലേക്ക് എഴുതിയിട്ടില്ലേ? എഴുതി വെക്കാൻ പറഞ്ഞിട്ട് എഴുതിയിട്ടില്ലേ? അതെല്ലാവരും ഇന്ന് തന്നെ ഒന്ന് മിസ്സിന് അയച്ചു തരണേ. പേഴ്സണൽ ആയിട്ട് അയച്ചാൽ മതി, ആരും ഗ്രൂപ്പിൽ ഇടണ്ട. ഓക്കെ, എന്റെ നമ്പർ എല്ലാവരുടെ കയ്യിലുണ്ടല്ലോ. അപ്പൊ എല്ലാരും പേഴ്സണൽ ആയിട്ട് അയക്കുക. അയക്കുന്നതിന്റെ കൂടെ നിങ്ങളുടെ പേരും കൂടി വെക്കണേ. പേരും കൂടി ഒന്ന് ടൈപ്പ് ചെയ്തോ. ഓക്കെ, അപ്പൊ ഹോംവർക്ക് ഇന്ന് രാത്രിക്ക് മുന്നേ തന്നെ എല്ലാരും അയച്ചു തരാം. എന്താ ആഷിൻ ഇപ്പൊ കട്ടാവും മോനെ? അത് നിങ്ങളോട് എഴുതി വെക്കാൻ പറഞ്ഞില്ലായിരുന്നോ? അല്ലെങ്കിൽ ആ എക്സാമിന്റെ ലിങ്കിൽ ഒന്നും കൂടി കയറിയാൽ അതിന്റെ ക്വസ്റ്റ്യൻസ് കിട്ടും. ആ ക്വസ്റ്റ്യനും ആൻസർ